കഥക് എന്നൊരു പേര് വന്നതെന്ന് പറയുന്നു. കഥക്കിനെ ഇന്ന് കാണുന്ന രീതിയിൽ പരിഷ്കരിച്ച ഒരു കലാരൂപമാക്കി മാറ്റിയത് പണ്ഡിറ്റ് താക്കൂർ പ്രസാദ് ജിയും. നടത്തപ്പെടുന്ന കലകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അനുഷ്ഠാന കലകൾ എന്ന് പറയുന്നത്. കഥകളിയുടെ അവസാന ചടങ്ങാണ് ഏതെന്ന് പറയുന്നത്? ധനാശി എന്ന് പറയുന്നത്. ഹായ്, ഹലോ, നമസ്കാരം. വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത് എല്ലാവർക്കും അറിയാം, നമ്മുടെ പോലീസ് ഡ്രൈവർ പരീക്ഷ ഏപ്രിൽ 16 വരാനിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ ഏപ്രിൽ 16 നടക്കുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് പൊതുവിജ്ഞാനത്തിന്റെ ഭാഗത്ത് പല ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കലാ, സാഹിത്യം, സംസ്കാരം എന്നുള്ളത്. വളരെ കുറച്ച് മാർക്കിനുള്ള ചോദ്യങ്ങൾ മാത്രമേ, വിരലിലെണ്ണാവുന്ന ചോദ്യങ്ങൾ മാത്രമേ ഈ ഭാഗത്ത് നിന്ന് ഉണ്ടാവൂ. എന്നാലും പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് നമുക്കറിയാലോ, 1 മാർക്കിന് വരെ നമുക്ക് നല്ല വാല്യൂ ആണ് അല്ലേ. പോയിന്റ് മാർക്കുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദശാംശ സ്ഥാനത്തിന് ഇപ്പുറം നിൽക്കുന്ന മാർക്കിന് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് വിരലിലെണ്ണാവുന്ന ചോദ്യങ്ങളേ ഉള്ളൂ, വളരെ ചെറിയ മാർക്കേ ഉള്ളൂ എന്ന് കരുതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കലാ, സാഹിത്യം, സംസ്കാരം എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തെ മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ പോലീസ് ഡ്രൈവർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് കലകളുടെ ഭാഗത്ത് നിന്ന് മുൻവർഷ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രസക്തമായ കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് ഒന്ന് പോകാം. ഏതൊക്കെ ചോദ്യങ്ങളാണ് മുൻവർഷ പരീക്ഷകളിൽ ചോദിച്ചു പോയിട്ടുള്ളത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് കേട്ടോ. ആദ്യത്തെ ചോദ്യം നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലും അല്ലെങ്കിൽ വിവിധ PSC പരീക്ഷകൾക്കും ഒക്കെ GK ഭാഗത്ത് നിന്ന് പഠിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കേരള കലാമണ്ഡലം നമുക്കറിയാം അല്ലേ, എവിടെയാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്, ഏത് ജില്ലയിലാണ് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ആ സ്ഥലത്തിന്റെ പേര് അറിയായിരിക്കും, അത് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോഴിക്കോട്, തൃശ്ശൂർ, കണ്ണൂർ, വയനാട്. ഏത് ജില്ലയിലാണ്? നമുക്കറിയാലേ ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കലാമണ്ഡലം, കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് ഭാരതപ്പുഴയുടെ തീരത്തായാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ആരാ സ്ഥാപിച്ചതെന്ന് നമുക്കറിയാം. ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനും ഒപ്പം മണക്കുളം മുകുന്ദരാജയും കൂടെ ചേർന്ന് 1930 കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നത്. പിന്നീട് ഇതെന്തായിട്ട് മാറി? ഒരു കൽപ്പിത സർവകലാശാലയായിട്ട് മാറുകയും കഥകളി, അതേപോലെ തന്നെ മോഹിനിയാട്ടം, ഭരതനാട്യം തുടങ്ങിയ ശാസ്ത്രീയ കലകളൊക്കെ അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കൽപ്പിത സർവകലാശാലയായിട്ടാണ് ഇന്ന് എന്ത് നിലനിൽക്കുന്നത്? കേരള കലാമണ്ഡലം നിലനിൽക്കുന്നത്. അപ്പോൾ 1930 എന്ത് സ്ഥാപിച്ചത്? കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. ആര് സ്ഥാപിച്ചു? വള്ളത്തോൾ നാരായണ മേനോനും ഒറ്റയ്ക്കായിരുന്നോ? അല്ല. ആരുണ്ടായിരുന്നു? മണക്കുളം മുകുന്ദരാജയും ചേർന്നിട്ടായിരുന്നു കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. എവിടെ? തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ നിളാനദിയുടെ, ഭാരതപ്പുഴയുടെ തീരത്താണ് കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും പരീക്ഷകൾക്ക് വരാറുള്ള നമ്മുടെ സാംസ്കാരിക സ്ഥാപനം എന്നുള്ള നിലയിൽ കൂടി ഒരു കലാപഠന കേന്ദ്രം എന്നതിനുപരി എന്തുണ്ട്? ഒരു സാംസ്കാരിക സ്ഥാപനം എന്നുള്ള നിലയിലും കലാമണ്ഡലത്തിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കണം. കലാമണ്ഡലത്തിന്റെ ആദ്യത്തെ വൈസ് ചാൻസലർ എന്ന് പറയുന്നത് KG പൗലോസ് ആയിരുന്നു. നിലവിൽ ഡോക്ടർ നാരായണനാണ് കേരള കലാമണ്ഡലത്തിന്റെ വൈസ് ചാൻസലർ ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ കലാമണ്ഡലത്തെ പറ്റി നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് നോക്കാം അല്ലെ. അടുത്തൊരു ചോദ്യത്തിലേക്കൂടെ നമുക്ക് പോവാം. അടുത്ത ചോദ്യമാണ്, ഉത്തര കേരളത്തിലെ അനുഷ്ഠാന കല. കുറച്ച് അനുഷ്ഠാന കലകളെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഉത്തര കേരളത്തിലേത് ഏത് എന്നാണ് ചോദിക്കുന്നത്. കഥക്, തെയ്യം, മുടിയാട്ടം, ഭരതനാട്യം. ഏതാണ്? ഉത്തര കേരളം, അതായത് നമ്മുടെ വടക്കൻ മലബാർ പ്രദേശങ്ങളിൽ പ്രചാരത്തിലിരുന്ന അനുഷ്ഠാന കല. എന്ത് ഈ അനുഷ്ഠാന കല എന്ന് പറയുന്നത്? മതപരമായിട്ടുള്ള, അനുഷ്ഠാനപരമായിട്ടുള്ള ചടങ്ങുകളുടെ ഭാഗമായിട്ട് നടത്തപ്പെടുന്ന കലകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അനുഷ്ഠാന കലകൾ എന്ന് പറയുന്നത്. മിക്കപ്പോഴും ക്ഷേത്രങ്ങളോടനുബന്ധിച്ചോ അല്ലെങ്കിൽ കാവുകളോടോ ഒക്കെ അനുബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ദേവതാ പ്രീതിക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ചടങ്ങുകളായിരിക്കും ഇതെന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്രങ്ങളുമായിട്ടും കാവുകളുമായിട്ടും ദേവതാ സ്ഥാനങ്ങളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടായിരിക്കും ഇത്തരം കലകളൊക്കെ തന്നെയും അരങ്ങേറുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇത്തരം ക്ഷേത്രങ്ങളും കാവുകളും ഒക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഉത്തര കേരളത്തിലെ അനുഷ്ഠാന കല ഏതെന്നാണ് ചോദിക്കുന്നത്. കഥക്, തെയ്യം, മുടിയാട്ടം, ഭരതനാട്യം. ഏതാ വരിക? തെയ്യമാണ് കേട്ടോ.
തെയ്യം, തിറ തുടങ്ങിയിട്ടുള്ള കലാരൂപങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതായത് ദൈവം എന്ന് പറയുന്ന പദത്തിന്റെ തൽഭവമായിട്ട് മലയാളത്തിലേക്ക് ഉണ്ടായ പദമാണ് തെയ്യം എന്ന് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് വിലയിരുത്തുന്നുണ്ട്. അതിനെ തന്നെ തമിഴിൽ നമ്മൾ തെയ്യവം എന്നും പറയാറുണ്ട്. അതായത് ദൈവത്തിന്റെ കോലമാണ് തെയ്യക്കോലം എന്ന് പറയുന്നത്. അപ്പൊ ദൈവം തന്നെ, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ശരീരത്തെ ദൈവം എന്താ പറയുന്നത്, ആദേശം ചെയ്തിട്ട്, അല്ലെ, ദൈവം ആദേശം ചെയ്തിട്ട് അനുഗ്രഹം അരുളി ചെയ്യുന്നതാണ് ഈ തെയ്യക്കോലങ്ങളുടെ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നു. അമ്മ ദൈവങ്ങളാണ്, മുച്ചിലോട്ട് ഭഗവതിയെ പോലെയുള്ള അമ്മ ദൈവങ്ങളാണ് എവിടെ തെയ്യം കെട്ടിയാടുന്നത്. കതിവനൂർ വീരനെ പോലെയുള്ള വീരനായകന്മാരും എവിടെ വരാറുണ്ട്, തെയ്യക്കോലങ്ങളായിട്ട് വരാറുണ്ട്. എന്നാലും അമ്മ ദൈവങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ, ഭഗവതി തെയ്യങ്ങളാണ്, ഭഗവതി കോലങ്ങളാണ് തെയ്യത്തിൽ ഏറ്റവും കൂടുതലായിട്ട് വന്ന് കാണാറുള്ളത്. നമ്മൾ കൂടുതലായിട്ടും തെയ്യം കാണുന്ന എവിടെയാണ്, കണ്ണൂർ ജില്ലയിലും സമീപ പ്രദേശങ്ങളിലുമാണ്. കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കുകളിലേക്കൊക്കെ വരുമ്പോഴേക്കും തെയ്യത്തിന്റെ പേര് എന്തായിട്ട് മാറും, തിറ എന്നായിട്ടും മാറാറുണ്ട്. അപ്പൊ തെയ്യമാണ് ഉത്തര കേരളത്തിലെ അനുഷ്ഠാന കല എന്ന് പറയുന്നത്. കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ തെയ്യം അരങ്ങേറുന്നത്. വടക്കൻ മലബാറിൽ വളരെ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലയാണ് തെയ്യം എന്ന് പറയുന്നത് കേട്ടോ. ദൈവക്കോലങ്ങളാണ് തെയ്യക്കോലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കഥക് എന്ന് പറയുന്നത് ഏതാണ്, ഉത്തരേന്ത്യയിൽ പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ്, ഒരു ക്ലാസിക്കൽ നൃത്ത കലാരൂപമാണ്. നമ്മുടെ കഥകളിയെ പോലെ തന്നെ കഥകൾ ചൊല്ലി അഭിനയിക്കുന്ന രീതി ആയതുകൊണ്ടാണ് കഥക് എന്നൊരു പേര് വന്നതെന്ന് പറയുന്നു. കഥക്കിനെ ഇന്ന് കാണുന്ന രീതിയിൽ പരിഷ്കരിച്ച ഒരു കലാരൂപമാക്കി മാറ്റിയത് പണ്ഡിറ്റ് താക്കൂർ പ്രസാദ് ജിയും അതേപോലെ തന്നെ നവാബ് വാജിദ് അലി ഷായും ചേർന്നിട്ടായിരുന്നു. അടുത്തത് മുടിയാട്ടമാണ്. മുടിയാട്ടം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുടനീളം വ്യത്യസ്ത പ്രദേശങ്ങളിലായിട്ട് സാംബവർ, വേട്ടുവർ, ഉള്ളാടർ തുടങ്ങിയിട്ടുള്ള ഗോത്രവർഗ ജനതകൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു നാടൻ കലാരൂപമാണ് മുടിയാട്ടം എന്ന് പറയുന്നത്. അതിനെ തലയാട്ടം എന്നും പറയാറുണ്ട്. ഒരു നാടൻ കലാരൂപമാണ്, ഒരു നാടോടി ചായവുള്ള കലാരൂപമാണ്. അപ്പൊ ഭരതനാട്യം നോക്കാം. ഭരതനാട്യം നമുക്കറിയാം ഇന്ത്യയുടെ തന്നെ ദേശീയ കലാരൂപം എന്ന പേര് സിദ്ധിച്ചിട്ടുള്ള കലാരൂപമാണ് ഭരതനാട്യം. ഭരതനാട്യത്തിന്റെ ഒറിജിൻ എവിടെയാണെന്ന് നമുക്കറിയാലോ. എവിടെയാണ്, തമിഴ്നാട്ടിലാണ് അല്ലെ. നമ്മളെ ചേര ചോള രാജാക്കന്മാരുടെ ഒക്കെ കാലത്ത്, അല്ലെങ്കിൽ പല്ലവ രാജാക്കന്മാരുടെ ഒക്കെ കാലത്ത് ദാസിയാട്ടം എന്നറിയപ്പെട്ടിരുന്ന കലാരൂപമാണ് ഭരതനാട്യം എന്ന് പറയുന്നത്. നമ്മുടെ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ പരിഷ്കരിച്ച്, അല്ലെങ്കിൽ നാട്യശാസ്ത്രത്തെ അവലംബിച്ച് ഉണ്ടായിട്ടുള്ള അഭിനയ ദർപ്പണം എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട്. ഈ അഭിനയ ദർപ്പണത്തെ അധിഷ്ഠിതമാക്കിയിട്ടാണ് ഭരതനാട്യം എന്ന് പറയുന്ന കലാരൂപത്തെ നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഭരതനാട്യം തമിഴ്നാടിൻ്റെതാണ്, ദാസിയാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ചേര ചോള രാജാക്കന്മാരുടെയൊക്കെ കാലഘട്ടത്തിന് ശേഷമാണ് അവരാണ് ദാസിയാട്ടത്തെ പരിഷ്കരിച്ച് ഭരതനാട്യം എന്ന് പറയുന്ന ഒരു ക്ലാസിക്കൽ നൃത്ത കലാരൂപമായിട്ട് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ തമിഴ്നാടിന്റെ സംഭാവനയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപമായിട്ട് കണക്കാക്കപ്പെടുന്നതും ഏതാണ്, ഭരതനാട്യമാണെന്ന് മനസ്സിലാക്കിക്കോളുക. ഓക്കെ, അപ്പൊ നമ്മൾ കലാരൂപങ്ങളെ പറ്റിയിട്ട് ഒരു ഏകദേശം ഒരു ധാരണ നമുക്കുണ്ടായി. അപ്പൊ അടുത്തൊരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. അടുത്ത ചോദ്യമാണ്, കഥകളിയിലെ അവസാന ചടങ്ങ് ഏതാണ്? കേളികൊട്ട്, തോടയം, ധനാശി, മിനുക്ക്. കഥകളിയിൽ വ്യത്യസ്തങ്ങളായ ചടങ്ങുകളുണ്ട് അല്ലെ. ആദ്യത്തെ ചടങ്ങ് ഏതാണ്? കേളികൊട്ടാണ്. കേളികൊട്ട് കഥകളിയിലെ ആദ്യത്തെ ചടങ്ങാണ്. അതായത് കഥകളി നടക്കുന്നുണ്ട് എന്ന വിവരം മറ്റുള്ളവരെ അറിയിക്കുന്ന ചടങ്ങാണ് കേളികൊട്ട് എന്ന് പറയുന്നത്. അതിനുശേഷം അരങ്ങുകേളി, തോടയം, വന്ദന ശ്ലോകം, പുറപ്പാട് എന്ന് തുടങ്ങി നിരവധി ചടങ്ങുകൾ കഥകളിക്കുണ്ട്. കഥകളിയുടെ അവസാന ചടങ്ങ് ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി, ധനാശിയാണ് കഥകളിയിലെ അവസാന ചടങ്ങ് എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശൈലി തന്നെ മലയാളത്തിലുണ്ട്, ധനാശി പാടുക. അതായത് അവസാനിപ്പിക്കുക എന്നാണ് ധനാശി പാടുക എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം എന്ന് പറയുന്നത്. അതുണ്ടായിട്ടുള്ളത് എവിടെ നിന്നാണ്? കഥകളിയുടെ ചടങ്ങുകളിൽ നിന്നാണ്. കഥകളിയുടെ അവസാന ചടങ്ങാണ് ഏതെന്ന് പറയുന്നത്? ധനാശി എന്ന് പറയുന്നത്. ആദ്യ ചടങ്ങ് ഏതാണ്? കേളികൊട്ടാണ്. അതായത് കഥകളി ഉണ്ട്, നടക്കുന്നുണ്ട് എന്നുള്ള വിവരം മാലോകരെ അറിയിക്കുന്ന ചടങ്ങാണ് കേളികൊട്ട് എന്ന് പറയുന്നത്. കേളികൊട്ട് എന്ന രീതിയിൽ ഒരു ശൈലി, അതായത് ആരംഭിക്കുക എന്ന അർത്ഥത്തിൽ ഒരു ശൈലി മലയാളത്തിലുണ്ട്. ധനാശി പാടുക എന്ന പേരിൽ ആ ഒരു ശൈലി അവസാനിപ്പിക്കുക എന്ന അർത്ഥത്തിലും മലയാളത്തിലുണ്ട്. ഈ രണ്ട് ശൈലികളും എവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്? കഥകളിയിലെ ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉണ്ടായിട്ടുള്ളത്. തോടയം എന്ന് പറയുന്നതും കഥകളിയിലെ ഒരു ചടങ്ങ് തന്നെയാണ്. അതായത് ഈ കേളികൊട്ടിനും അരങ്ങുകേളി എന്നറിയപ്പെടുന്ന ഇഷ്ടദേവതാ സ്തുതിക്കും ഒക്കെ ശേഷം കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്ന, അതായത് നമ്മുടെ അഭിനേതാക്കള് രംഗത്ത് വന്ന് നിന്ന് ഏറ്റവും ലളിതമായിട്ടുള്ള വേഷവിധാനങ്ങൾ ധരിച്ചുകൊണ്ട് തിരശീലയ്ക്ക് പിറകിൽ നിന്ന് നടത്തുന്ന ഒരു ഇഷ്ടദേവതാ സ്തുതിയാണ് തോടയം എന്ന് പറയുന്നത്. ഈ തോടയം കെട്ടിയതിനു ശേഷം മാത്രമേ കഥാപാത്രങ്ങളിലേക്ക് മാറാൻ കഴിയൂ, അല്ലെങ്കിൽ കഥാപാത്രത്തിന്റെ അണിയലങ്ങളിലേക്ക് അഭിനേതാക്കൾ പോകാവൂ എന്നൊരു നിബന്ധന
എവിടെയുണ്ട്? കഥകളിയിലുണ്ട്. ഇതിനുശേഷം എന്ത് ചെയ്യുന്നു? പുറപ്പാട്, കഥാ അവതരണത്തിന് വേണ്ടിയിട്ട് അഭിനേതാക്കൾ എത്തുന്ന പുറപ്പാട് പോലുള്ള ചടങ്ങുകളും ഒക്കെ ഇതിനുശേഷം നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കഥകളിയിലെ ആദ്യ ചടങ്ങ് കേളികൊട്ടും, അവസാന ചടങ്ങ് ധനാശിയുമാണ്. തോടയം ഇതിന്റെ ഇടയിൽ വരുന്ന മറ്റൊരു ചടങ്ങാണെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ഒരു മിനുക്ക് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. മിനുക്ക് എന്താണ്? കഥകളിയിലെ വേഷങ്ങളാണ്. പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിങ്ങനെ 5 വേഷങ്ങളാണ് എവിടെയുള്ളത്? കഥകളിയിൽ നമ്മൾ കാണാറുള്ളത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ വേഷമാണ് മിനുക്ക് എന്ന് പറയുന്നത്. സ്ത്രീ കഥാപാത്രങ്ങൾക്കും അതേപോലെ ദൂതന്മാർക്കും ഒക്കെയാണ്, നമ്മൾ ബ്രാഹ്മണന്മാർക്കും ഒക്കെയാണ് നമ്മൾ ഏത് കൊടുക്കുന്നത്? മിനുക്ക് വേഷം കൊടുക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ഒന്ന് കഥകളിയിലെ, നമുക്ക് ഓപ്ഷൻസിൽ തന്നിരുന്ന ഒന്ന് കഥകളിയിലെ വേഷവിധാനവും മറ്റു 3 ചടങ്ങുകളുമായിരുന്നു. വ്യക്തമായെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്തൊരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്: കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റ ചുവർ ചിത്രം ഏതാണ്? പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചുവർ ചിത്രം, കോയിക്കൽ കൊട്ടാരത്തിലെ ചുവർ ചിത്രം, മട്ടാഞ്ചേരി പാലസിലെ ചുവർ ചിത്രം, ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രം. ഈ 4 ചുവർ ചിത്രങ്ങളിൽ നിന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റ ചുവർ ചിത്രം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പല പരീക്ഷകൾക്കും പലതരത്തിൽ ആവർത്തിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു PYQ തന്നെയാണ് ഇത് എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റ ചുവർ ചിത്രം ഏതാ വരിക? ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രമാണ്. ഏതാണ്? ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റ ചുവർ ചിത്രം. ഭാഗവതം അഷ്ടമസ്കന്ധത്തിലെ, അതായത് 8ാം അധ്യായത്തിലെ ഗജേന്ദ്രമോക്ഷം സന്ദർഭത്തെ ആസ്പദമാക്കിയാണ് ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്ന ഈ വലിയ ചുവർ ചിത്രം വരച്ചിട്ടുള്ളത്. ഇത് കാണപ്പെടുന്നത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്തുള്ള കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. കൃഷ്ണപുരം കൊട്ടാരത്തിലെ തേവാരപ്പുരയോട് ചേർന്നിട്ടാണ് ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രം കാണാൻ കഴിയുന്നത്. ഏകദേശം 154 ചതുരശ്ര അടിയോളം വിസ്തീർണം ഇതിനുള്ളതായി പറയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള നിറക്കൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഗജേന്ദ്രമോക്ഷം ചിത്രം നമ്മൾ നിർമ്മിച്ചിട്ടുള്ളതെന്ന് പറയുന്നു. പച്ചിലച്ചാറുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട്, തീർത്തും പ്രകൃതിദത്തമായ നിറക്കൂട്ടുകളും ചായങ്ങളും ഉപയോഗിച്ചാണ് ഗജേന്ദ്രമോക്ഷം എന്ത് ചെയ്തിട്ടുള്ളത്? വരച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ മറക്കണ്ട, കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റ ചുവർ ചിത്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഗജേന്ദ്രമോക്ഷമാണ്. എവിടെയാണുള്ളത്? കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിലാണുള്ളത്. 154 അടിയാണ് അതിന്റെ വിസ്തീർണം, ചതുരശ്ര അടിയാണ് വിസ്തീർണം എന്ന് പറയുന്നത്. ഏതാണ്? ഇതിവൃത്തമായിട്ട് വരുന്നത് എവിടെയാണ്? ഭാഗവതം അഷ്ടമസ്കന്ധത്തിലെ ഗജേന്ദ്രമോക്ഷമാണ് ഏറ്റവും അതിന്റെ ഇതിവൃത്തമായിട്ട് വരുന്നത്. മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു PYQ ആണ് കേട്ടോ. അടുത്തത് നോക്കാം. ഭദ്രകാളിപ്പാട്ടിന് പറയുന്ന പേര്? തോറ്റംപാട്ട്, സർപ്പംപാട്ട്, കെന്ത്രോൻ പാട്ട്, ഇവയൊന്നുമല്ല. ഭദ്രകാളിപ്പാട്ട് അല്ലെ, ഭദ്രകാളി ദേവതാ സ്തുതിക്ക് വേണ്ടി നടത്തുന്ന ഭദ്രകാളിപ്പാട്ടിന് പറയുന്ന മറ്റൊരു പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? തോറ്റംപാട്ടാണ് ഉത്തരമായിട്ട് വരുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് തോറ്റംപാടുക അല്ലെ. അതായത് ഉത്തര കേരളത്തിലും ദക്ഷിണ കേരളത്തിലും 2 വ്യത്യസ്ത സന്ദർഭങ്ങളിലാണ് ഇത്തരം തോറ്റം പാട്ടുകൾ നടത്താറുള്ളത്. രണ്ടും ഭദ്രകാളി ക്ഷേത്രങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഭദ്രകാളി ദേവതാ സ്തുതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്, ദേവീ സ്തുതിയുമായി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നതെങ്കിലും 2 വ്യത്യസ്ത സന്ദർഭങ്ങളിലാണ് നടത്താറുള്ളത്. ഉത്തര കേരളത്തിൽ, അതായത് വടക്കൻ മലബാറിലെ പ്രദേശങ്ങളിൽ തെയ്യം, നമ്മൾ കഴിഞ്ഞ ഒരു ചോദ്യത്തിൽ പറഞ്ഞിരുന്നു അല്ലെ, അപ്പൊ തെയ്യം നടക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിലാണ് ഭദ്രകാളി ക്ഷേത്രങ്ങളോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ ദേവതാ സ്ഥാനങ്ങളിൽ ദേവീ സ്തുതി എന്നുള്ള രീതിയിൽ തോറ്റംപാട്ടുകൾ നടത്താറുള്ളത്. പക്ഷെ നമ്മൾ തെക്കൻ കേരളത്തിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും അവിടെ വണ്ണാൻ മുതലായിട്ടുള്ള സമുദായത്തിൽപ്പെട്ട ആളുകൾ ഭദ്രകാളി സ്തുതി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഭദ്രകാളി സ്തുതി എന്നുള്ള രീതിയിൽ വിളവെടുപ്പിനോട് അനുബന്ധിച്ചാണ് എന്ത് നടത്താറുള്ളത്? തോറ്റംപാട്ടുകൾ അല്ലെങ്കിൽ ഭദ്രകാളി പാട്ടുകൾ നടത്താറുള്ളത്. അപ്പൊ ഉത്തര കേരളത്തിൽ തെയ്യത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു അനുഷ്ഠാന ചടങ്ങ് അനുഷ്ഠാനം എന്നുള്ള രീതിയിലും തെക്കൻ കേരളത്തിലേക്ക് നമ്മൾ വരുമ്പോഴേക്കും എന്തിനു വേണ്ടിയിട്ടാണ്? വിളവെടുപ്പ്, ഒരു കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കാർഷിക വേലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ഒരു ചടങ്ങുമായിട്ട് തോറ്റംപാട്ടുകൾ മാറുകയാണ് ചെയ്യുന്നത്. ഭദ്രകാളിയും ദാരികനും ഒക്കെ പ്രമേയമായി വരുന്ന ദാരികനെ വധിക്കുന്ന കഥയൊക്കെ തന്നെയാണ് ഭദ്രകാളി പാട്ടിന് ഇതിവൃത്തമായിട്ട് വരുന്നത്. അപ്പൊ തോറ്റംപാട്ട് എന്നറിയപ്പെടുന്നത് ഭദ്രകാളി പാട്ടുകളാണ് കേട്ടോ. സർപ്പംപാട്ട് നമുക്കറിയാം. സർപ്പംപാട്ടിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പുള്ളുവൻ പാട്ടുകൾ എന്ന് പറയുന്നത്. നാഗദേവത ആരാധനയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും കേരളത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലെ കാവുകളും അതുമായി ബന്ധപ്പെട്ട സർപ്പ ദൈവങ്ങളെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിലുമൊക്കെ നടത്തപ്പെടുന്നതാണ് സർപ്പംപാട്ട് അല്ലെങ്കിൽ പുള്ളുവൻ പാട്ട് എന്ന് പറയുന്നത്. പുള്ളുവ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും ഒക്കെയാണ് ഇത് അവതരിപ്പിക്കുന്നത്. പുള്ളുവ കുടവും വീണയും ഒക്കെ ഉപയോഗിച്ചാണ് ഈ പാട്ട് പാടുന്നത്. അതേപോലെ തന്നെ സർപ്പം തുള്ളൽ എന്ന് പറയുന്ന കാവുകളിൽ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലെ കാവുകളിൽ സർപ്പക്കാവുകളിൽ നടത്തുന്ന
സർപ്പം തുള്ളലുമായിട്ടും ബന്ധപ്പെട്ട്, സർപ്പം തുള്ളൽ എന്ന് പറയുന്ന നൃത്തരീതിയുമായിട്ട് ബന്ധപ്പെട്ടും അനുഷ്ഠാന നൃത്തരീതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടും എന്ത് നടത്താറുള്ളത്? സർപ്പം പാട്ടുകൾ നടത്തി വരാറുണ്ടായിരുന്നു. കെന്ത്രോൻ പാട്ട് എന്ന് പറയുന്നത് ഗന്ധർവൻ പാട്ട് എന്നുള്ളതിന്റെ ഒരു നാടോടി രൂപമാണ് കെന്ത്രോൻ പാട്ട് എന്ന് പറയുന്നത്. അതായത് ഗന്ധർവന്മാരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പാട്ടാണ്. ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി നടത്തുന്ന ഒരു ചടങ്ങ് എന്നുള്ള രീതിയിലാണ് കെന്ത്രോൻ പാട്ട് വരാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്താണ്? കേരളത്തിന്റെ അനുഷ്ഠാനപരമായിട്ടുള്ള കലാരൂപങ്ങളുമായി ബന്ധപ്പെട്ട പാട്ടുകൾ അല്ലെങ്കിൽ കലാരൂപങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ പേരുകളും അവ എവിടൊക്കെ ഏത് സമുദായത്തിൽപ്പെട്ട, പ്രത്യേകിച്ചും ഈ അനുഷ്ഠാന കലാരൂപങ്ങളെല്ലാം സമുദായ അധിഷ്ഠിതമായിട്ട് നടത്തപ്പെടുന്നതായതുകൊണ്ട് തന്നെ അപ്പോൾ ഏതൊക്കെ സമുദായത്തിലുള്ളവർ നടത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കി പോവുക. ഓക്കെ, അപ്പൊ തോറ്റംപാട്ട് എന്ന് പറയുന്നത് ഭദ്രകാളി പാട്ടാണ് കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആര്? ഡാവിഞ്ചി, KCS പണിക്കർ, രാജ രവിവർമ്മ, A രാമചന്ദ്രൻ. ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലേ, ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ, അതായത് ഈ 4 പേരിൽ ആരാണ് രാജാവ് എന്നുള്ളത് നോക്കിയാൽ പോരെ? തമ്പുരാൻ അല്ലെ, രാജകൊട്ടാരത്തിന്റെ അല്ലെങ്കിൽ രാജകുടുംബ അംഗമായിരുന്ന ആള്. രാജാക്കന്മാരിലെ ചിത്രകാരനെന്നും ചിത്രകാരന്മാരിലെ രാജാവ് എന്നും അറിയപ്പെട്ടിരുന്ന ഒരേ ഒരു ചിത്രകാരൻ മാത്രമേ ഉള്ളൂ. ആരാണ്? രാജ രവിവർമ്മയാണ് കേട്ടോ. രാജ രവിവർമ്മയാണ് എന്തെന്നറിയപ്പെടുന്നത്? ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നറിയപ്പെടുന്നത്. മലയാളത്തിലെ ചിത്രകലയെ വാനോളം ഉയർത്തി അല്ലെങ്കിൽ ലോകശ്രദ്ധ നേടിക്കൊടുത്തത് ആരാണ്? രാജ രവിവർമ്മയാണ്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഇന്നും കാലത്തിനെയും അതിജീവിച്ച് നിലനിൽക്കുന്നവയാണ്. അപ്പോൾ ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്ന് പറയുന്നത് ആരാണ്? രാജ രവിവർമ്മയാണ് കേട്ടോ. നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത്, അതായത് മോഹിനിയാട്ടം കലാകാരികളിൽ ഏറ്റവും പ്രശസ്തയായിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിലുള്ള ചോദ്യമാണ്. കലാമണ്ഡലം ക്ഷേമാവതി, കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ, മാർഗി സതി ഇവരാരുമല്ല. ആരാണെന്നാണ് ചോദ്യം. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയാണ് മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്ന് അറിയപ്പെടുന്നത്. കലാമണ്ഡലം ക്ഷേമാവതിയും അറിയപ്പെടുന്ന മോഹിനിയാട്ടം കലാകാരി തന്നെയാണ്. മാർഗി സതിയിലേക്ക് നമ്മൾ വരുമ്പോഴേക്കും മാർഗി സതിയുടെ മേഖല നങ്ങിയാർകൂത്തും കൂടിയാട്ടവും ഒക്കെയാണ്. മാർഗി സതിയുടെ ശരിയായ പേര് PA സതീദേവി എന്നാണ് കേട്ടോ. അപ്പൊ അതും മുൻപ് ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. മാർഗി സതിയുടെ ശരിയായ പേര് PA സതീദേവി എന്നാണ്. അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ കലകളെ കുറിച്ച് പഠിക്കുമ്പോൾ ഓരോ കലാരൂപവും അതിലെ പ്രധാനപ്പെട്ട കലാകാരന്മാരെയും കലാകാരികളുടെയും പേര് കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇപ്പോൾ കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന ചോദ്യമാണ് അമ്മന്നൂർ മാധവ ചാക്യാർ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ മാർഗി സതിയുടെ ശരിയായ പേര് ചോദിക്കുന്നു. ഇപ്പോൾ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയെ ചോദിക്കുന്നു. അപ്പൊ മോഹിനിയാട്ടം എന്ന് പറയുന്ന ഒരു കലയുമായി ബന്ധപ്പെട്ട് വന്ന ഈ ചോദ്യത്തിന് ഇപ്പോഴും നമുക്ക് എന്ത് പറയാം? സാങ്കത്യം പറയാം. കാരണം എന്ന് പറയുന്നത് മോഹിനിയാട്ടം കലാരൂപം ഈ അടുത്തിടയിലെ വിവാദപരമായിട്ടുള്ള ചില പ്രസ്താവനകൾ കൊണ്ട് ഈ ഒരു കലാരൂപത്തിന് കിട്ടിയ ഒരു പോപ്പുലാരിറ്റി, അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അടുത്ത പരീക്ഷകളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്ന് പറയുന്നത് കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയാണ് കേട്ടോ. കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ ഭാര്യയാണ് ആരെന്ന് പറയുന്നത്? കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മ എന്ന് പറയുന്നത്. ക്ഷേമാവതിയും മോഹിനിയാട്ടം കലാകാരി തന്നെ ആണ്. ലാസ്യപ്രധാനമായിട്ടുള്ള ഒരു കലാരൂപം കൂടിയാണ് എന്ത്? മോഹിനിയാട്ടം എന്ന് പറയുന്നത്. കേരളത്തിന്റെ തനത് കലാരൂപങ്ങളിൽ കേരളത്തിന്റെ തനതായ ക്ലാസിക്കൽ കലാരൂപം കൂടിയാണ് എന്ത് എന്ന് പറയുന്നത്? മോഹിനിയാട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. കൂടിയാട്ടത്തിലെ ഹസ്തമുദ്രകൾക്ക് അവലംബമാക്കിയിട്ടുള്ള ഗ്രന്ഥം ഏത്? നാട്യകൽപദ്രുമം, അഭിനയദർപ്പണം, ഹസ്തലക്ഷണ ദീപിക, നാട്യശാസ്ത്രം. ഏതാണ്? ഹസ്തലക്ഷണ ദീപികയാണ് ഉത്തരമായിട്ട് വരുന്നത്. കൂടിയാട്ടത്തിലും കഥകളിയിലും ഒക്കെ തന്നെയും ഹസ്തമുദ്രകൾ അല്ലെങ്കിൽ കൈമുദ്രകൾക്ക് അടിസ്ഥാനമായിട്ടുള്ള കൃതി ഹസ്തലക്ഷണ ദീപികയാണ്. കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാനാണ് ഈ ഒരു കൃതി രചിച്ചിട്ടുള്ളത്. കഥകളിയിൽ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള 24 കൈമുദ്രകളും ഹസ്തലക്ഷണ ദീപികയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. മറ്റു പുസ്തകങ്ങളും കലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. അഭിനയ സംഗീതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഏറ്റവും അല്ലെങ്കിൽ ഉദാത്ത മാതൃക എന്ന് പറയാൻ കഴിയുന്ന കൃതിയാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രം എന്ന് പറയുന്നത്. നാട്യശാസ്ത്രത്തിലാണ് നമ്മൾ രസസിദ്ധാന്തത്തെയും നവരസങ്ങളെയും ഒക്കെ കുറിച്ച് പറയുന്നത്. നാട്യശാസ്ത്രത്തെ ആധാരമാക്കിയാണ് നന്ദികേശ്വരൻ അഭിനയദർപ്പണം രചിച്ചിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞൊരു ചോദ്യത്തിൽ പറഞ്ഞ ഭരതനാട്യം പോലെയുള്ള അതേപോലെ ഒഡീസി പോലെയുള്ള കലാരൂപങ്ങൾക്കെല്ലാം, ഭാരതീയ ക്ലാസിക്കൽ കലാരൂപങ്ങൾക്കൊക്കെ മാർഗദർശകമായിട്ടുള്ള കൃതിയും നന്ദികേശ്വരന്റെ അഭിനയദർപ്പണമാണ്. അപ്പൊ അഭിനയദർപ്പണം രചിക്കാൻ നന്ദികേശ്വരന് സഹായകമായത് ഭരതമുനിയുടെ നാട്യശാസ്ത്രമാണ് കേട്ടോ. അപ്പൊ കഥകളിയിലും കൂടിയാട്ടത്തിലും എല്ലാം തന്നെയും ഉള്ളത് ഏതിലെ മുദ്രകളാണ്? ഹസ്തലക്ഷണ ദീപികയിൽ പറഞ്ഞു വെച്ചിട്ടുള്ള മുദ്രകൾ തന്നെയാണ്. എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ, കഥകളിയിലെ മുദ്രകൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ഗ്രന്ഥം ഏത് എന്നുള്ളത്. അത് ഹസ്തലക്ഷണ ദീപിക എന്ന് നമുക്കറിയാം. കൂടിയാട്ടത്തിലും അത് തന്നെയാണ് എന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചോളാം.
അടുത്ത ചോദ്യമാണ് ചാക്യാർ കൂത്തിലെ വാദ്യം ഏത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ചാക്യാർ കൂത്തിന്റെയും നമ്പ്യാരുടെയും ഒക്കെ കഥകളെ, നമുക്ക് ഐതിഹ്യ കഥകളൊക്കെ അറിയുന്നവരാണെങ്കിൽ ചാക്യാർ കൂത്തിലെ വാദ്യം ഏതെന്ന് പെട്ടെന്ന് മനസ്സിലാകും. മിഴാവ്, ഇടയ്ക്ക, മദ്ദളം, മൃദംഗം. ഏതാണ്? മിഴാവാണ് കേട്ടോ. ചാക്യാർകൂത്തിലെ വാദ്യം മിഴാവാണ്. ചാക്യാർകൂത്തിൽ മിഴാവ് കൊട്ടുന്ന ജോലിയായിരുന്നു കുഞ്ചൻ നമ്പ്യാർക്കെന്നും ആ മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം ഉറങ്ങിപ്പോയതിന് ചാക്യാര് കണക്കറ്റു പരിഹസിച്ചു എന്നും അതിൽ മനന്നൊന്താണ് നമ്പ്യാര് തുള്ളൽ എന്ന് പറയുന്ന ഒരു ജനകീയ കലാരൂപവും സാഹിത്യരൂപവും ഉണ്ടാക്കിയെടുത്തത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്പ്യാര് കൊട്ടിയിരുന്ന ആ മിഴാവ് ഇപ്പോഴും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തില് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോ മിഴാവാണ് ചാക്യാർകൂത്തിലെ വാദ്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്പ്യാരുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് ഓർത്തു കഴിഞ്ഞാൽ ചാക്യാർകൂത്തിലെ വാദ്യം മിഴാവാണ് എന്ന് മനസ്സിലാകും. പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഇടയ്ക്ക എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്? ഇടയ്ക്കയും ചോദ്യമായിട്ട് വരാറുള്ളതാണ്. സോപാന സംഗീതമാണ് കേട്ടോ. കഥകളിയുടെ സംഗീത രീതിയാണ് സോപാന സംഗീതം എന്ന് പറയുന്നത്. സോപാന സംഗീതം പാടാനായി ഉപയോഗിച്ചിരുന്ന വാദ്യമാണ് ഇടയ്ക്ക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. ചാക്യാർകൂത്തിലെ മിഴാവാണ്. ഇടയ്ക്ക സോപാന സംഗീതത്തിലേതാണ്. മുൻപ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. ടെമ്പിൾ ഫെസ്റ്റിവൽ എന്ന പ്രസിദ്ധ ചിത്രം വരച്ചതാര്? രാജാ രവിവർമ്മ, KCS പണിക്കർ, എഡ്മണ്ട് തോമസ് ക്ലിന്റ്, PJ ചെറിയാൻ. ആരാണ്? എഡ്മണ്ട് തോമസ് ക്ലിന്റ് ആണ് ടെമ്പിൾ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ചിത്രം വരച്ചത്. നമുക്കറിയാം എഡ്മണ്ട് തോമസ് ക്ലിന്റ് അല്ലെ, വളരെ ചെറുപ്പത്തിൽ തന്നെ 5-ാമത്തെ വയസ്സിൽ തന്നെ മരണപ്പെട്ടു പോയ ചെറിയ കുട്ടിയാണ്. ജീവിച്ചിരുന്ന കാലയളവിൽ തന്നെ 25,000-ത്തിലധികം ചിത്രങ്ങൾ വരച്ച് ആ ചിത്രങ്ങൾ പ്രദർശനം നടത്തി ലോക ശ്രദ്ധ ആകർഷിച്ച കുട്ടിയാണ് എഡ്മണ്ട് തോമസ് ക്ലിന്റ് എന്ന് പറയുന്നത്. ക്ലിന്റിന്റെ ചിത്രമാണ് ടെമ്പിൾ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ നമുക്കറിയാലോ. അച്ഛനതാ വരുന്നു, മുല്ലപ്പൂ ചൂടിയ നായർ വനിത, ഇതുപോലുള്ള ഒരുപാട് ചിത്രങ്ങൾ അല്ലെ. ദുഷ്യന്തനെ കാലിൽ ദർഭമുന കൊണ്ടെന്ന് നാട്യം കാണിച്ച് തിരിഞ്ഞു നിൽക്കുന്ന ശകുന്തള, ഇതെല്ലാം തന്നെയും ആരുടേതാണ്? രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളാണ്. അതുകൂടി ഓർത്തു വെച്ചോളൂ. അപ്പം ഓരോ ചിത്രകാരന്മാരുടെയും പ്രധാനപ്പെട്ട ചിത്രങ്ങളെ കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചു പോകേണ്ടതാണ്. അടുത്തൊരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. ആധുനിക കർണാടക സംഗീതത്തിന്റെ പിതാമഹൻ ആര്? പുരന്ദരദാസൻ, മുത്തുസ്വാമി ദീക്ഷിതർ, ത്യാഗരാജ സ്വാമികൾ, ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ. ആധുനിക കർണാടക സംഗീതത്തിന്റെ, ശരിക്കും പറഞ്ഞ ഈ ഒരു ചോദ്യം നമ്മൾ കൺഫ്യൂഷൻ അടിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആധുനിക കർണാടക സംഗീതത്തിന്റെ പിതാവ് ആരെന്നാണ്. ആരാണ് വരുന്നത്? ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യരാണ് ആധുനിക കർണാടക സംഗീതത്തിന്റെ പിതാവ്. അങ്ങനെയാണെങ്കിൽ കർണാടക സംഗീതത്തിന്റെ പിതൃസ്ഥാനം നമ്മൾ കൊടുത്തിരിക്കുന്നത് ആർക്കാണ്? പുരന്ദരദാസനാണ്. ആർക്കാണ്? കർണാടക സംഗീതത്തിന്റെ പിതാവ് അല്ലെങ്കിൽ പ്രാചീന കർണാടക സംഗീതത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്? പുരന്ദരദാസനാണ് കേട്ടോ. പുരന്ദരദാസനാണ് പ്രാചീന കർണാടക സംഗീതത്തിന്റെ പിതാവ്. പ്രാചീന കർണാടക സംഗീതത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്? പുരന്ദരദാസനാണ്. ആധുനിക കർണാടക സംഗീതത്തിന്റെ പിതാവാണ് ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ എന്ന് പറയുന്നത്. മുത്തുസ്വാമി ദീക്ഷിതരെയും ത്യാഗരാജ സ്വാമികളെയും നമ്മൾ എവിടെ കണ്ടിട്ടുണ്ട്? കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികളിൽ കണ്ടിട്ടുണ്ട്. മുത്തുസ്വാമി ദീക്ഷിതരും അതേപോലെ തന്നെ ത്യാഗരാജ സ്വാമികളും ശ്യാമശാസ്ത്രികളും ചേരുന്നതാണ് കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവരെല്ലാവരും കർണാടക സംഗീതം എന്ന് പറയുന്ന സംഗീത മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ത്രിമൂർത്തികളിലാണ് ഇവര് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇവർ 4 പേരും എന്താണ്? അതോടൊപ്പം തന്നെ ശ്യാമശാസ്ത്രികളും കർണാടക സംഗീതത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള വ്യക്തികളാണ്, മറന്നു പോകരുത്. ആധുനിക കർണാടക സംഗീതത്തിന്റെ പിതാവ് ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യരാണ്. പ്രാചീന കർണാടക സംഗീതത്തിന്റെ പിതാവ് അല്ലെങ്കിൽ പുരാതന കർണാടക സംഗീതത്തിന്റെ പിതാവ് പുരന്ദരദാസനുമാണ്. ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് നോക്കിയത് മുഴുവൻ അല്ലെ കലാസാഹിത്യം സംസ്കാരം എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട വളരെ കുറച്ച് ചോദ്യങ്ങളും എന്നാൽ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, വളരെ ചെറിയ മാർക്കിന് അല്ലെ വിരലിൽ എണ്ണാവുന്ന ചോദ്യങ്ങൾ മാത്രമേ ഈ ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയുള്ളൂ. പക്ഷെ നമുക്കത് പഠിച്ചേ മതിയാവുകയുള്ളൂ. ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 16-ാം തീയതിയിൽ വരുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഏറ്റവും ക്രിസ്പായിട്ട് ഏറ്റവും ആവർത്തിച്ചു വന്നിട്ടുള്ള ചില ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ അടുത്തിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് തരിക എന്നുള്ളതാണ് നമ്മൾ CCയിലെ ടീച്ചേഴ്സും CCയിലെ ടീമും മുഴുവൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ സപ്പോർട്ട് കൊടുത്തതിന്റെ ഭാഗമാണ് കഴിഞ്ഞ
പോലീസ് ഡ്രൈവർ പരീക്ഷ അല്ലെങ്കിൽ വിവിധ വിഭാഗങ്ങളിലായിട്ട് ഡ്രൈവർ പരീക്ഷകൾക്ക് വന്നിട്ടുള്ള ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് NCC ഡ്രൈവർക്കാണെങ്കിലും എക്സൈസ് ഡ്രൈവർക്കാണെങ്കിലും ഒക്കെ 1ാം റാങ്ക് നമ്മുടെ കുട്ടികൾക്ക് തന്നെയായിരുന്നു, അല്ലെങ്കിൽ CCയിലെ വിദ്യാർത്ഥികൾക്ക് തന്നെയായിരുന്നു. അതുപോലെ എണ്ണിയാലൊടുങ്ങാത്ത റിസൾട്ടുകൾ CCക്ക് സ്വന്തമാണ്. അപ്പൊ ഇതേപോലൊക്കെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ട ജോലിയിലേക്ക് എത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും CCയോടൊപ്പം തന്നെ കൂടാം. പോലീസ് ഡ്രൈവർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ കലാ സാഹിത്യം സംസ്കാരവുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും താങ്ക് യു.